ഏത് സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ബിസിനസ് ഓണേഴ്സിനും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഒരു ATM മെഷീൻ പോലെ തന്നെയാണ്. ഇപ്പോഴല്ല, ഒരു കൊറോണ ടൈം തുടങ്ങി അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയത്. 2022 വരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കരിയർ ഉണ്ടെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ്. എനിക്ക് അതിലാണ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഇഷ്ടമായതുകൊണ്ട് കൊറോണ ടൈമിൽ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ തുടങ്ങിയിരുന്നു. അന്ന് മെയിൻ ഫോട്ടോസ് ആയിരുന്നു. അന്ന് ഞാൻ ചെയ്ത ആദ്യത്തെ റീൽ ഇതായിരുന്നു. 2022 സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. പഠിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ ബ്രേക്ക് എടുക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി റീല് നോക്കും. കാരണം പുറത്തെടുക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയണ്ടേ. റീല് വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണാതെ ആ റീൽ എന്താ എൻ്റെ ഫീഡിൽ വന്നത്, എന്താ അതിന് ഇത്ര വൈറാലിറ്റി കിട്ടിയത്, എന്താ ഇത്ര ഇതിൽ കമൻസ് വന്നിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ തുടങ്ങി. അത് ഭയങ്കര എന്താ പറയുക, നമ്മൾ ഡെറിവേഷനൊക്കെ റിവേഴ്സായിട്ട് ചെയ്ത് പ്രൂവ് ചെയ്യില്ലേ, അപ്പം കിട്ടുന്ന ഒരു ഹരമായിരുന്നു അതിൻ്റെ അൽഗോരിതം മനസ്സിലാക്കുമ്പോൾ. റീൽസ് കണ്ട് കണ്ട് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമായി. അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ കുഞ്ഞ് വീഡിയോ ക്ലിപ്സ് എടുത്ത് എഡിറ്റ് ചെയ്ത് എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2023 ഇൻസ്റ്റഗ്രാമിൽ ദ ഹംഗ്രി ബെൽ എന്ന് പറഞ്ഞൊരു പ്രൊഫൈൽ പെട്ടെന്ന് വരുന്നു. അവരിടുന്ന എല്ലാ റീലിനും ഭയങ്കര വൈറാലിറ്റി. പെട്ടെന്ന് പ്രൊഫൈൽ അടിച്ചു കയറുന്നു. അവരുടെ വീഡിയോ പ്രൊഡക്ഷനും പ്രസൻറ്റേഷനും ഒക്കെ വേറെ ലെവലാണ് കേട്ടോ, അതാണ് കാര്യം. ആ പ്രൊഫൈൽ കണ്ടു തുടങ്ങിയപ്പോഴാണ് എന്തുകൊണ്ട് എനിക്കൊരു കുക്കിംഗ് ചാനൽ തുടങ്ങിക്കൂടാ. കാരണം അതാകുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. ഞാനൊരു എക്സ്പേർട്ട് കുക്ക് അല്ലാഞ്ഞിട്ടും അങ്ങനെയാണ് ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങുന്നത്. അതാകുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലുള്ള അപ്ഡേഷൻസും നമുക്ക് കിട്ടും. ഇൻസ്റ്റാഗ്രാമിലെ കുക്കിംഗ് പേജിലൂടെ കേരളത്തിലെ കുക്കിംഗ് റിലേറ്റഡും അല്ലാത്തതുമായ ഒത്തിരി ക്രിയേറ്റേഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ തമ്മിൽ പലരുടെയും കോണ്ടന്റ് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കുറേ ഇൻസൈറ്റ് അതിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. അറൗണ്ട് ഒരു 15,000 ഫോളോവേഴ്സ് ഒക്കെ ആയിരിക്കുന്ന സമയത്താണ് ഫസ്റ്റ് പെയ്ഡ് ബ്രാൻഡ് പ്രൊമോഷൻ വരുന്നത്. ആ ബ്രാൻഡ് എന്നെ കണക്ട് ചെയ്യുമ്പോൾ ഒരു 50 ലീഡ് അവർ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷെ ആ കോണ്ടന്റ് അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തു. ഒരു 1,800+ ലീഡ് കിട്ടിയെന്നാണ് അവിടുത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം എന്നോട് പറഞ്ഞത്. ആ ബ്രാൻഡ് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ആ ബ്രാൻഡിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമായിട്ട് കമ്പനി ആയപ്പോഴാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്കോപ്പ് എന്താണെന്ന് മനസ്സിലായത്. പിന്നെ സെക്കൻഡ് ഉടനെ ഒരു പെയ്ഡ് ബ്രാൻഡ് പ്രൊമോഷൻ വന്നു. അതിന് 1 മില്യൺ വ്യൂ കിട്ടി. പ്രൊഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. ബമ്പർ ഹിറ്റ് എന്ന് ജഗതി പറയില്ലേ, ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. 13 വർഷമായിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ടോപ്പിക്സ് നോക്കിക്കൊണ്ടിരുന്ന എനിക്ക് ഒരു കരിയർ ഷിഫ്റ്റ് വന്നത് ആ പോയിന്റിൽ നിന്നാണ്. ഓർഗാനിക് കോണ്ടന്റിൽ വർക്ക് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് അതിൽ കൂടുതൽ എക്സ്പെരിമെന്റുകൾ നടത്തുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാം മാത്രമല്ല, ഏത് സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും പൊസിഷനിങ്ങിനും അതുപോലെ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ റെഗുലർ സെയിൽസ് ഫ്ലോ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഓർഗാനിക് കോണ്ടന്റിനെ പറ്റുള്ളൂ. പിന്നെ ബ്രാൻഡിനെ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് പെർഫോമൻസ് മാർക്കറ്റ് നോക്കേണ്ടി വരും. അങ്ങനെയാണ് ബ്രാൻഡ്സിന് വേണ്ടി ആ ഒരു സൈഡിലൂടെ ഞാൻ കൈവയ്ക്കാൻ തുടങ്ങിയത്. ഇതിന്റെ ഇടയിൽ വെബ്സൈറ്റിൽ കോണ്ടന്റ് എഴുതാനും ഒന്ന് ട്രൈ ചെയ്തിരുന്നു. പക്ഷെ അതിന് ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ കിട്ടുന്ന ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ടല്ലോ, അതങ്ങ് കിട്ടുന്നില്ല. അതുകൊണ്ട് അത് ഉപേക്ഷിച്ചു. രേഷ്മ ഷാജിയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്കുള്ള കരിയർ ഷിഫ്റ്റ് ഇങ്ങനെയായിരുന്നു. ഇനി ബ്രാൻഡ്സിന് എൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഫൈലിലുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തൊന്ന് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ബൈ.